അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ പാലെത്തിയിട്ടില്ല. പിന്നെ വേഗം പോയിട്ട് ക്ലീനിങ്ങിന് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാല് വരുമ്പോഴത്തേക്കും ശരി എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സിറ്റ് ഔട്ടിലുള്ള പണികളൊക്കെ ഒന്ന് വേഗം തീർത്തെടുത്തിട്ടാണ് കേട്ടോ ബാക്കിയുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്ക് വേറെ വിശേഷങ്ങളൊന്നും പറയാനില്ല. ഒരു വീഡിയോ ഞാൻ ഇട്ടു. അതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് ഞാൻ ശരിക്കും അന്തം വിട്ടു പോയിട്ടോ ശരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോയിൽ വന്ന കമൻസൊക്കെ ഒന്ന് ആദ്യം വായിച്ചിട്ട് അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. അതിനുശേഷം നമുക്ക് ഈ വീഡിയോൻ്റെ കമൻ്റ് ആയിരിക്കും കേട്ടോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ വിനീഗറിന് പകരം ലെമൺ യൂസ് ചെയ്യാം. ഞാൻ വിനീഗർ യൂസ് ചെയ്യണത് ഫിഷ് പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് ബലം കിട്ടുവേ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുവാണോ? എത്ര നാൾ കേടുവരാതെ ഇരിക്കും? ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ മാസങ്ങളോളം ഇരിക്കും. പക്ഷെ നമ്മൾ അപ്പം ഓയിൽ ഒഴിച്ചിട്ട് വേണം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ. ജസ്റ്റ് നമ്മളൊരു 1 വീക്കിനൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കിയാലും മതി. അത് ഫ്രിഡ്ജിൽ ഇരിക്കും കേട്ടോ, കേടൊന്നും വരാണ്ട്. നമ്മൾ ചിൽഡ്രയിൽ വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ചപ്പാത്തിക്ക് മാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഷെബിന സൂപ്പർ വീഡിയോ ആണ് കേട്ടോ. ഇന്നലത്തെ എൻ്റെ കമൻറ്റ് വായിച്ച് സന്തോഷമായി. ഇവിടെ വയനാട്ടിൽ ഇന്നലെ രാത്രി കൂടെ നല്ല മഴയാണ്. വയനാടല്ലേ, നല്ല മഴയുണ്ടാവും. എന്തായാലും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, ചപ്പാത്തിക്ക് മാവ് കഴിച്ച് വെക്കുമ്പോഴത്തേക്കും പാല് വന്നപ്പോൾ വേഗം അത് പോയി എടുത്തിട്ട് വന്നു. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കണം. പിന്നെ ഹായ് ജിനിത്ത, ഇവിടെ കൊടുങ്ങല്ലൂർ നല്ല മഴയുണ്ട്. എൻ്റെ വീടിൻ്റെ മുന്നിൽ ഫുൾ വെള്ളമാണ്. ജിനിത്ത് നല്ലോണം വണ്ണം കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഒരു 5-6 കിലോ കുറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറയാനുണ്ട് മോളെ. പിന്നെ എന്തായാലും മഴ സമയത്ത് സേഫ് ആവുക. ഇവിടെ ഭയങ്കര മഴയൊന്നുമില്ല, എന്നാലും നമ്മളിവിടെ റോഡ് പണി നടക്കുന്ന കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇപ്പം ഞാൻ വീണ്ടും ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങോട്ട് പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ ഓട്ടോ പിടിച്ച് പോകേണ്ടി വരുമോ എന്ന് വരെ ഞാൻ ആലോചിക്കുകയാണ്. ഇവിടുന്ന് നടക്കേണ്ട ദൂരേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഈ ചളിയിൽ കൂടെ നമുക്ക് നടന്നു പോകുമ്പോൾ വഴിക്ക് വീഴുമോ എന്നൊക്കെ പേടിയാണ് കേട്ടോ. ഇവിടെ ബ്രിഡ്ജ് വരികയാണ്, റോഡിൻ്റെ മേലെ കൂടെ ഉണ്ടാവില്ലേ, എന്താ അതിന് പറയുക, ഞാൻ മറന്നുപോയി. സൂപ്പർ വീഡിയോ സുഖമാണോ ജിനി ചോദിക്കുന്നുണ്ട്. അതെ, ഹായ് ജിനി. സിന്ധു വാസുദേവൻ, ഓക്കെ, ഹായ് ഹായ് ഹായ്. എന്താ വിശേഷം, സുഖമാണോ ചോദിക്കുന്നുണ്ട്. ഷംസുദ്ദീൻ PK എന്നുള്ളതിൽ നിന്ന് ഞാൻ ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സൂപ്പർ വീഡിയോ എന്ന് പറയുന്നുണ്ട്. ഹായ് ജിനിത്ത, ലവ് യു എന്ന് പറയുന്നുണ്ട്. പിന്നെ ജിനി ആ വീടിൻ്റെ ഐശ്വര്യം എന്നോ, അയ്യോ പഠിച്ചോനെ. പിന്നെ എന്താ പറയുക, ഹായ് ജിനി നൈസ് വ്ലോഗ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഐ എം വാച്ചിങ് ഡെയിലി യുവർ വീഡിയോ ഫ്രം ഷാർജ ഡ്യൂറിങ് മൈ ലഞ്ച് ബ്രേക്ക് മൈ ഹോം കഞ്ചിക്കോട് എന്ന് പറയുന്നുണ്ട് വിജി. ഓക്കെ, താങ്ക് യു വിജി. കഞ്ചിക്കോട് വരുമ്പോൾ പറയുക, നമുക്ക് മീറ്റ് ചെയ്യാം ഇൻഷാല്ല. പിന്നെ ഫൈസു സൂപ്പർ ജിനി, കാസർഗോഡ് മഴയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോൻ്റെ എന്താ പറയുക തംബ്നെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതാണ് കേട്ടോ ആ ഒരു സമയം കൊണ്ട്. പിന്നെ ചായ ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേഗം ചായ എല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ യൂട്യൂബിൽ ഇന്നത്തെ കമൻറ്റ് അത്രയ്ക്ക് തന്നെ ഉള്ളൂ. FBയിൽ നമുക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. അതും മറ്റേ വീഡിയോൻ്റെ കമൻറ്റ് ഞാൻ വായിക്കാം. അതിന് മുമ്പ് നമ്മൾ ഇന്നലെ ലോങ് വീഡിയോൻ്റെ കമൻറ്റ് വായിക്കാം അല്ലേ. സൂപ്പർ വീഡിയോ, ഇത്തക്കറി എല്ലാം സൂപ്പർ, വണ്ണം നന്നായിട്ട് കുറഞ്ഞു. ഉപ്പ സുഖമാണോ? റിഹാൻ ക്ലാസ് തുടങ്ങിയോ? ഇക്ക വന്നില്ലേ? ഉപ്പാക്ക് എങ്ങനെയുണ്ട്, ഹെൽത്ത് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഹരിത, ബിനു എന്തായാലും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാവരും വണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നില്ല, ഈ സാറ്റർഡേ വരും. എല്ലാവരുടെയും ഹെൽത്ത് ഓക്കെയാണ്. റിഹാൻക്ക് ക്ലാസ് തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇക്ക ഈ ഒരു വീക്ക് വരുമ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞേക്കുവാണ്, എനിക്ക് ഈ വീക്ക് വരുമ്പോൾ ഷോപ്പിലേക്ക് ഞാൻ പോയിട്ട് കുറേ ദിവസമായി, അപ്പോൾ ഒന്ന് പോകണം. എനിക്കാണെങ്കിൽ പഴയ പോലെ കുട്ടികളെ മാത്രം ആക്കിയിട്ട് പോകൽ ഒരു ടെൻഷനാണ്. അതുകൊണ്ട് ഇക്ക വരുന്ന സമയത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇക്ക ഒരു ദിവസം മാനേജ് ചെയ്യാൻ പറഞ്ഞേക്കുക. അതല്ലേ അണ്ടർസ്റ്റാൻഡുള്ള ഹസ്ബൻഡും വൈഫും അങ്ങനെയൊക്കെ വേണം അല്ലേ എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞതും ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ചില ആൾക്കാർ ഞാൻ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുമല്ലേ, നീ പോണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടില്ലേ. അപ്പോൾ എന്തായാലും മൂപ്പർക്ക് കുഴപ്പമൊന്നുമില്ല, പോയിട്ട് വരാൻ പറഞ്ഞു. സന്തോഷമാണ്. അപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം കേട്ടോ. ഒരു ദിവസത്തിന് തന്നെ പോകുന്നുള്ളൂ.
അങ്ങനെ നമ്മൾ കുറേ ഹാർട്ടും സൂപ്പർ ജിനി അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പുട്ടുപൊടി കൊണ്ടുള്ള ഇഡലിയുടെ കമൻ്റ് ഒന്ന് നോക്കാം അല്ലേ. അത് FBയിൽ 156K വ്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ 1200 ലൈക്ക് വന്നിട്ടുണ്ട്, 37 കമൻറ്റും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കമൻറ്റ് വായിക്കാം. ഞാനും കണ്ടു ആ വീഡിയോ, സൂപ്പർ ജിനി ഉണ്ടാക്കി നോക്കാം കേട്ടോ, സുഖമല്ലേ മോളെ ചോദിക്കുന്നുണ്ട് ഖദീജ. അതേ സുഖമാണ്, ഒട്ടും ഒട്ടിപ്പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആകെ ഒട്ടിപ്പിടിച്ചല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. പക്ഷേ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ആവി പറക്കണ ഇഡലി വേണം. അപ്പം നമ്മൾ ആ ചൂടോടുകൂടി അതിന്ന് സ്പൂണിൽ വെള്ളം ഇങ്ങനെ മുക്കിയിട്ട് അങ്ങനെ എടുക്കുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഇഡലി എപ്പോഴും കുറച്ച് പാത്രത്തിൽ കാണുന്നത്. ശരിക്കും ചൂടാറിക്കഴിഞ്ഞാൽ എല്ലാവരും ഇഡലി എടുക്കണ പോലെ എനിക്കും ഭംഗിയിൽ ഇഡലി എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ആവി പറക്കണ ഇഡലി വേണം, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒട്ടിപ്പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ കൊണ്ട് കോരിയിട്ട് കിട്ടുന്നില്ല, എന്നിട്ട് ബിരിയാണി കോരുന്ന ഒരു കയ്യിൽ കൊണ്ട് കോരി എടുക്കുന്നത്. ഞാനിവിടെ ഇഡ്ഡലി എടുക്കുന്ന ആ സ്പൂൺ ഉണ്ടല്ലോ, അത് ഇഡ്ഡലി എടുക്കുന്ന സ്പൂണാണ്. ഈ ഭാഗങ്ങളിലാണ് ഞാനത് കണ്ടിട്ടുള്ളൂ കേട്ടോ, അങ്ങോട്ടൊന്നും ഞാനത് കണ്ടിട്ടില്ല, ഈ ഭാഗങ്ങളിൽ കണ്ടിട്ടുള്ളൂ. അത് ബിരിയാണി കയ്യിലല്ല മോളെ. ഞാനതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലിപ്പോൾ എന്താ ഇത്ര അത്ഭുതം? അരി കുതിർത്തിയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നു. ഉഴുന്നും ഉലുവയും കുതിർക്കാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് അരി ഇടുന്നതിൽ എന്താ ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങൾ ഇഡലി ഒട്ടിപ്പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് നന്നായിട്ട് ഇഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുള്ള പോം വഴി എന്ന് പറഞ്ഞിട്ട് പോം വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോം വഴിയൊക്കെ ഉണ്ടാവും, ഇല്ല നല്ല ചൂടാറി ഇഡലി എടുക്കുമ്പോൾ ആരടി ഒട്ടിപ്പിടിക്കൂല്ല കേട്ടോ. ഇതിലെന്താ ഇത്ര അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി പറയുന്നില്ല, നിങ്ങൾ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. അത്ഭുതം വേറൊന്നുമല്ല, നമ്മൾ മണിക്കൂർ കണക്കിനാണ് ഇഡലി ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അരിയാണെങ്കിലും നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, രാത്രി തന്നെ കുതിർക്കാൻ വേണ്ടി വെക്കണം. പിന്നെ ഉഴുന്ന് അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നക്കാരനല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉഴുന്ന് എപ്പോഴും മിക്സിയിലാണ് ആട്ടിയെടുക്കാറ്. അപ്പോൾ രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ ഉഴുന്നാട്ടും. അരി ഇതുപോലെ 1.5 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ ചില സമയത്ത്. അപ്പോൾ അത് മാറ്റി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഗ്രൈൻഡർ കഴുകി ഒക്കെ എടുത്ത് എത്രയോ സമയം ലാഭമാണ്, അതൊക്കെ ആലോചിച്ച് നോക്കൂ. പിന്നെ ഞാൻ 10 മിനിറ്റ് കൊണ്ട് ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സ് മാത്രമാണ്. അതായത് ബാറ്റർ റെഡിയാക്കുക എന്ന് മാത്രമാണ്, അല്ലാണ്ട് ഉഴുന്ന് വെള്ളത്തിലിട്ട സമയം, അരി വെള്ളത്തിലിട്ട സമയം, ഇതൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ രാത്രി ഒരു ഡ്യൂട്ടിയുള്ള ഒരു ലേഡി രാത്രി അല്ലെങ്കിൽ ഈവനിങ് വന്നിട്ട് വേഗം ഉഴുന്ന് വെള്ളത്തിലിട്ടു. ഒരു 3-4 മണിക്കൂർ മതി ഉഴുന്ന് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അല്ലേ. അത് വേഗം അരച്ച് മിക്സിയിൽ അരച്ചു, ഈ പുട്ടുപൊടി മിക്സ് ചെയ്ത് വെച്ചു. 10 മിനിറ്റ് കൊണ്ട് അവരുടെ കാര്യം കഴിഞ്ഞു. അതായത് ഈ ഉഴുന്ന് വെള്ളത്തിൽ കിടക്കുമ്പോൾ നമ്മളും അതിൻ്റെ കൂടെ വെള്ളത്തിൽ കിടക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അവിടെ നമ്മൾ പണികൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ പറയാം അരി ഗ്രൈൻഡറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പണികൾ ചെയ്യാം കുഴപ്പമില്ല. പക്ഷേ ഈ ഗ്രൈൻഡർ കഴുകലും അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം ആലോചിക്കുമ്പോൾ നമുക്കിതിൽ എന്തൊക്കെയോ ഒരു ലാഭം ഉള്ളതുപോലെ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ഒരിക്കലും നമ്മുടെ പഴയ ആ രീതിയിൽ അരി ഉഴുന്ന് ആട്ടിയെടുക്കുന്നതിൻ്റെ അത്രയും ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. സമയമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതുപോലെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ആഴ്ചയിൽ ഇങ്ങനെ പലതും കഴിച്ച് ഒരു ദിവസത്തിന് ഒക്കെ ഇന്ന് ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഗ്രൈൻഡർ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഇട്ടത്. പിന്നെ ഇതിലെന്താ ഇത്ര അത്ഭുതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് അത്ഭുതമാണ്, ഞാൻ ഫസ്റ്റാണ് കാണുന്നത്, അതുകൊണ്ട് എനിക്കിത് അത്ഭുതമായിരുന്നു. ഞാൻ ഇട്ട ശേഷമാണ് ഒരുപാട് കമൻസ് വരുന്നത്, ഞങ്ങളിത് ചെയ്യാറുണ്ട്, നൈസാണ്, അതാണ് ഇതാണ്, ഇതിന് പകരം ഞങ്ങൾ മറ്റേ അരി യൂസ് ചെയ്യാറുണ്ട്, മറ്റേ അരിപ്പൊടി യൂസ് ചെയ്യാറുണ്ട്, ഇങ്ങനെ കുറേ കമൻറ്റ് വന്നത് കേട്ടോ. പിന്നെ നമ്മുടെ FBയിൽ പൊതുവേ ഒരാൾ നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മൊത്തം നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ എനിക്കത് പ്രശ്നമൊന്നുമില്ല, നെഗറ്റീവ് ഇട്ടാൽ നമ്മുടെ വീഡിയോ റീച്ച് ആവും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും ആ വീഡിയോ കണ്ടു. ഓക്കെ നാദിറ, താങ്ക് യു. ടേസ്റ്റ് കുറവാണ്, ഞാൻ ഉണ്ടാക്കി നോക്കി, ജിനി ഉണ്ടാക്കുന്ന മാവ് സൂപ്പർ. എനിക്ക് ടേസ്റ്റ് കുറവായിട്ട് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തില്ല. എനിക്ക് പൊതുവേ ആ ഒരു തരിതരിന്നതിനുള്ള ഇഡലി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കും മേ ബി എനിക്കത് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ടേസ്റ്റ് കുറവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഇതുപോലെയാണ് കുറേ നാളായിട്ട് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്. ഒരുപാട് പോസിറ്റീവ് കമൻ്റ് ഉണ്ട് കേട്ടോ, ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ ഉഴുന്നപ്പോൾ കഴുകി അരച്ചെടുത്ത്
എടുത്ത് വെച്ചാലും രാവിലെ സൂപ്പർ ഇഡലി ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് അറിയില്ല. ഓവർനൈറ്റ് വെള്ളത്തിൽ ഇടണം, ഓവർനൈറ്റ് അത് ഫെർമനൻ്റ് ആവാൻ വെക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഞെട്ടി. 10 മിനിറ്റ് കൊണ്ട് ഇഡലി ബാറ്റർ കഷ്ടം എന്ന് പറയുന്നുണ്ട് ലീലാമണി. അതായത് ലീലാമണി ചേച്ചി, ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറഞ്ഞാൽ, ഗ്രൈൻഡറിൽ ഞാൻ പറഞ്ഞല്ലോ ഉഴുന്ന് ഞാൻ മിക്സിയിൽ ഉഴുന്ന് ആട്ടണമെങ്കിൽ ഏറെക്കുറെ ഒരു 5 മിനിറ്റ് മതി ഉഴുന്നാട്ടിയെടുക്കാൻ. ഈ പൊടി അതിലേക്ക് മിക്സ് ചെയ്യാൻ വെറും 5 മിനിറ്റും കൂടെ മതി. പിന്നെ വെള്ളം കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഉപ്പൊക്കെ ഇട്ട് അത് മിക്സ് ചെയ്ത് അവിടെ വെക്കാൻ 10 മിനിറ്റ് മതി. അല്ലാണ്ട് ഉഴുന്ന് വെള്ളത്തിലിട്ട സമയം, അരി വെള്ളത്തിലിട്ട സമയമൊന്നും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഈ ബാറ്റർ മാത്രം ഉണ്ടാക്കാനാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ പോർഷൻ ഇൻഗ്രീഡിയൻസ് ഇൻ കപ്പിൽ പറയാമോ ചോദിക്കുന്നുണ്ട്. ഓക്കെ പ്രൊപ്പോർഷൻ. ഓക്കെ, ഞാൻ പറയാം കേട്ടോ. നെക്സ്റ്റ് ഒരു ഇതിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് പുട്ടുപൊടി, 1/2 കപ്പ് ഉഴുന്ന് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കൂ. ഞാൻ എന്തായാലും 200 ഗ്രാം എന്താ പറയുക നമ്മുടെ ഇതെടുത്തു. അതായത് 250 ml കപ്പ് ഉണ്ടാവില്ലേ, അതിനൊരു കപ്പ് ഉഴുന്നെടുത്തു, ഇച്ചിരി ഉലുവ എടുത്തു. ചോറ് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാനൊരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽക്ക് ഞാൻ 1/2 kg പുട്ടുപൊടി എടുത്തു കേട്ടോ. നമ്മുടെ 1/2 kg പറയുമ്പോൾ 2 കപ്പ്. ഓക്കെ, ഇതിൽ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞു. ആന്ധ്രയിലും കർണാടകയിലും ഇഡലി റവ വാങ്ങാൻ കിട്ടും. അവിടെ ഇഡലി ഉണ്ടാക്കുന്നത് ഇഡലി റവ വെച്ചാണ്, അരി വെച്ചല്ല. ഓക്കെ, അത് എങ്ങനെയാണ് സംഭവം? ഇങ്ങനെ അരച്ചെടുക്കണോ അതോ മിക്സ് ചെയ്ത് വെച്ചാൽ മതിയോ? എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ എൻ്റെ പണികൾ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഞാനും ട്രൈ ചെയ്തത് അടിപൊളിയായിരുന്നു. അത് തന്നെ ചില ആൾക്കാർക്ക് നല്ലോണം ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ആ തരി ഉള്ളത് കൊണ്ട് അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കി നോക്കി. നിങ്ങളെല്ലാവരും കണ്ട വീഡിയോ തന്നെയാണ് കേട്ടോ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ പുട്ടുപൊടിക്ക് പകരം ചോറ് വയ്ക്കുന്ന അരി വെള്ളത്തിലിട്ട് കുതിർത്തി തരി പോലെ അരച്ച് ഉഴുന്നിൻ്റെ ഉലുവയുടെയും കൂടെ ചേർത്താൽ ഇതുപോലെ കിട്ടും. ഓക്കെ, കിട്ടുമായിരിക്കും. ഞാനും തരി പോലെ അരക്കില്ല, ഞാൻ നല്ലോണം അരക്കുക കേട്ടോ ചെയ്യാറ്. പിന്നെ വീഡിയോ എത്താൻ്റെ കണ്ടിരുന്നു, ട്രൈ ചെയ്യണം. ഓക്കെ മുത്തേ, ഞാനും ഉണ്ടാക്കി സൂപ്പർ. ഞാൻ വീട്ടിൽ പൊടിക്കുന്ന പുട്ടുപൊടി യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. പറഞ്ഞ പോലെ ചിലവർക്ക് ഇഷ്ടാവും, ചിലവർക്ക് ഇഷ്ടാവില്ല, ചിലവർക്ക് നന്നാവും, ചിലവർക്ക് നന്നാവില്ല എന്നൊക്കെ പറഞ്ഞ പോലെയാണ് കേട്ടോ. കർണാടകയിൽ റവ വാങ്ങാൻ കിട്ടും. ഇതുപോലെ തന്നെയാണ് ഇഡലി ഉണ്ടാക്കാറുള്ളത്. ഓക്കെ, ഒട്ടി പിടിച്ചിട്ടില്ല കേട്ടോ. അത് ഞാൻ കുറേ പറയാറുണ്ട് എൻ്റെ ഇതിൽ. പലരും എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ അത് ചെയ്യൂ ഇത് ചെയ്യൂ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മളിവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാണ്ട് ഇഡലി കിട്ടും എന്നുള്ളത് എനിക്ക് നല്ല പോലെ അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല, അത് കാരണമാണ് കേട്ടോ. പിന്നെ ഇത് ഇക്കിളിയാണോ? അതെന്തുവാ? കൊള്ളാലോ, സൂപ്പർ അങ്ങനെ പറഞ്ഞ കുറേ പേരുണ്ട്. ചോറ് ചേർത്തില്ലെങ്കിലും സൂപ്പറാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം കൂടിപ്പോകാതെ മാത്രം നോക്കണം എന്നാണ് പറയുന്നത്. ഉഴുന്ന് കഴുകി ഉണക്കി പൊടിച്ചു വെച്ചാൽ അതിലും സൂപ്പറാണെന്ന് മേ ബി ആയിരിക്കാം. പിന്നെ ഹൗ ആർ യു, സൂപ്പർ അങ്ങനെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ ഏകദേശം നമ്മുടെ വീഡിയോ എന്താ പറയുക വ്യൂ വന്നിട്ട് 3,83,000 ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഷെയർ 2,662 ഷെയറും 2,335 സേവും 3,274 ലൈക്കും കേട്ടോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അത് കാരണമല്ലേ ഇങ്ങനെ ഷെയറും സേവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ ഉണ്ടാക്കി സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. ഹാർഡാണ് ഇഡലി, എനിക്ക് ഹാർഡായിട്ട് വന്നിട്ടില്ല. ഞാൻ ഇനിയിപ്പോൾ എത്രത്തോളം അത് പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെ മെഷർമെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ സെറ്റ് ആവുമോ? ഇല്ല, സെറ്റ് ആവാൻ ചാൻസ് അതുപോലെ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ തട്ടിൽ ഒട്ടി പിടിച്ചില്ല. അതിന് ഞാൻ കുറേ ആൻസർ പറഞ്ഞതാണ്. ഇഡലി ചെമ്പിൽ ബട്ടർ പുരട്ടിയാൽ ഇഡലി ഒട്ടിപ്പിടിക്കില്ല, വേഗം എടുക്കാം. അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ ജയപ്രിയ എന്നാണോ? ഓക്കെ, നല്ല ഇഡലി എന്താണെന്ന് ബോധമില്ലാത്ത കുറേ പേര് ഇഡലിയുടെ രൂപം ഇങ്ങനെ ഉണ്ടാക്കി ആളെ പറ്റിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കഷ്ടം, തള്ളു കേട്ട് ഉണ്ടാക്കി പൊട്ടി പോണ വിണ്ട് കയറുന്ന ഒരു സാധനമാണ് കിട്ടുക. അതൊരിക്കലും അല്ല കേട്ടോ. അതുകൊണ്ട് ദോശ ഉണ്ടാക്കാൻ നോക്കി, അത് ശരിയാ, ദോശ നടക്കില്ല, ഫ്ലോപ്പായി. ഞാനും നോക്കി കേട്ടോ.
പിന്നെ തേന് പണ്ടാരം അടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇഡ്ഡലി ഫ്ലോപ്പ് ആവും എന്നുള്ളത് ഒരു ഇതുമില്ല. പിന്നെ നമ്മൾ അതിൻ്റെ കൺസിസ്റ്റൻസിയും എല്ലാം നമ്മുടെ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മളത് സെറ്റ് ചെയ്യാൻ കേട്ടോ. അതും കൂടെ ഉണ്ട്. ഒരാളിപ്പോൾ നമ്മളൊരു റെസിപ്പി ഇങ്ങനെ പറഞ്ഞു തന്നു, അത് അതേപോലെ ഉണ്ടാക്കണം എന്നൊന്നും ഒരിക്കലും നിർബന്ധമുള്ള കാര്യമല്ല. ഇപ്പം ഞാൻ പുട്ടുപൊടി ഇട്ടപ്പോൾ പുട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അത് കുതിർന്നിങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് ഒന്നുകൂടി സെറ്റാക്കി വെച്ചു. ഇതൊക്കെ നമുക്കുള്ളൊരു ബുദ്ധിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. പിന്നെ ചൂടോട് കൂടി കഴിച്ചാലേ സോഫ്റ്റ് ഉള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചു, എനിക്ക് നല്ല സോഫ്റ്റായിട്ട് തോന്നി കേട്ടോ. ഇപ്പോഴാണോ അറിയുന്നത്? അതേ മുത്തേ, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ ബട്ടർ അപ്ലൈ ചെയ്യാൻ കുറേ പേര് പറയുന്നുണ്ട്. നോക്കാം, എനിക്ക് ബട്ടറിൻ്റെയും ഇഡലിൻ്റെയും ടേസ്റ്റ് ഇഷ്ടപ്പെടുമോ എന്നൊരു ഡൗട്ടായിട്ടാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യാത്തത്. പിന്നെ പുട്ടുപൊടി കൊണ്ട് ഇങ്ങനെ പറ്റുമോ? നോർമൽ വറുത്ത അരിപ്പൊടി പത്തിരിപ്പൊടി വെച്ച് ഇങ്ങനെ ചെയ്യാറുണ്ട്, അടിപൊളിയായിട്ട് കിട്ടാറുണ്ട്. ഞാൻ എന്തായാലും ഇതൊക്കെ അറിയുന്നത് ഇപ്പോഴാണ്. ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ ഗ്രൈൻഡറിൽ ആട്ടി 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 എടുക്കുമായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ 1-2 ദിവസത്തിനൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ ഒരു കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇഡലി വെന്ത് കഴിഞ്ഞ് തട്ടെടുത്ത് കമഴ്ത്തി തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ആറിക്കഴിയുമ്പോൾ എടുത്താൽ മതി, ഒട്ടിപ്പിടിക്കില്ല. ആറിക്കഴിഞ്ഞാൽ ഇഡലി ഒട്ടൂല എന്ന് എനിക്ക് അറിയാം മുത്തേ. പക്ഷേ ഇവിടെ ആറിയ ഇഡലി വേണ്ട, അതല്ലേ പ്രശ്നം. ഞാനിവിടെ തൈര് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മൾ കട്ടിയുള്ള തൈര് അതിലേക്ക് ഒഴിക്കാൻ. എന്നാൽ ഈ സമയത്ത് നമുക്ക് നല്ല കട്ടിയുള്ള തൈര് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് കറി വെക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രിഡ്ജ് അങ്ങോട്ട് ക്ലീൻ ആക്കാമെന്ന്. കാരണം ഫ്രിഡ്ജ് കുറേ ദിവസമായി ക്ലീൻ ആക്കിയിട്ട് ഞാൻ അഴുക്കുണ്ടെങ്കിൽ അപ്പോൾ തുടച്ചെടുക്കാറുണ്ട്. അങ്ങനെ പോയി ഇപ്പോൾ ഇനി മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാനിവിടെ ഉരച്ച് തേച്ച് ഫുള്ളൊന്ന് ക്ലീനാക്കി എടുക്കുക. ക്ലീനാക്കി കഴിഞ്ഞാൽ അതിലൊന്നും വെക്കാൻ തോന്നില്ല. അതാണ് വലിയൊരു പ്രശ്നം അല്ലേ. പിന്നെ ടേസ്റ്റ് എങ്ങനെയാണ്? ഞാനും ഉണ്ടാക്കി സൂപ്പർ, ഒരു തരിയുള്ള ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറ്, അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 10 മിനിറ്റ് ഓൺലി. ഞാനത് വിശദീകരിച്ചു എങ്ങനെയാണ് ഈ 10 മിനിറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത്. നമ്മളൊരിക്കലും ഉഴുന്നിൻ്റെ കൂടെ കുതിരാൻ വേണ്ടി നമ്മൾ അവിടെ കയറിയിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഫ്രിഡ്ജിൻ്റെ എല്ലാ തട്ടും എടുത്തിട്ട് വന്നിട്ട് നമ്മളിവിടെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇന്നലെ വ്ളോഗിൽ 2-3 കമൻറ്റ് ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്ത ശേഷം വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കി അതിനുള്ള റിപ്ലൈ ഒക്കെ ഞാൻ ഇതിൽ തരാം കേട്ടോ. വേറെ എന്താ നിങ്ങളുടെ വിശേഷങ്ങൾ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തായിരുന്നു അത്? ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കിയ ചട്ടി മൺചട്ടിയാണോ? ചട്ടിയിൽ എപ്പോഴും ഓയിൽ സ്പ്രെഡ് ആക്കിയാണോ എടുത്ത് വെക്കാറ്? ആ ചട്ടി എപ്പോൾ കാണുമ്പോഴും ചട്ടി മുഴുവനായി എണ്ണമയം തോന്നുന്നു. ആക്ച്വലി ഞാനത് മൺചട്ടിയാണ്. പിന്നെ ഞാൻ ഓയിൽ സ്പ്രെഡാക്കി എടുത്ത് വെക്കില്ല. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എല്ലാം ഓയിൽ ഇങ്ങനെ ആക്കിയിട്ട് മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കും ഓയിൽ. അപ്പോൾ നമ്മുടെ അത് വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഗ്ലേസിങ് ആയിട്ട് നല്ല ഭംഗി തോന്നും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. ഫാസ്റ്റിങ്ങിൽ വെള്ളം കുടിക്കാം. ഓക്കെ, അപ്പോൾ ശരിയാണ്, ഫാസ്റ്റിങ്ങിൽ വെള്ളം കുടിക്കുക കേട്ടോ. ഞാനിങ്ങനെ ആ ഒരു ടൈമിൽ അത്രയും കഠിനമായിട്ടുള്ള ഡയറ്റ് ആയതുകൊണ്ടാണ് വെള്ളം പോലും കുടിക്കാണ്ടിരുന്നത് ആ സമയത്ത്. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് മൊത്തം ക്ലീനാക്കി സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് പുറമേയൊക്കെ ഒന്ന് തുടച്ചെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ചോറ് വയ്ക്കണം, പിന്നെ മീനൊന്ന് വറുക്കാനും ഇടണം കേട്ടോ നമ്മൾ. അപ്പോൾ ഇതാ എല്ലാവരുടെയും തുടച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു സമാധാനം കേട്ടോ അത് ക്ലീനാക്കി കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ആക്കണം എന്നുണ്ട്. ഇന്നിപ്പോൾ വെജിറ്റബിൾ കിട്ടും ചെയ്തു. വെജിറ്റബിൾ ട്രേയിൽ ഞാനൊരു പേപ്പർ വിരിച്ചിട്ടാണ് അതിൻ്റെ മേലെ ഇടുക. കാരണം മണ്ണ് പൊടി പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പേപ്പറോടെ അങ്ങോട്ട് എടുത്ത് കളയാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത്. അങ്ങനെ ഇതാ ഞാൻ മീനൊക്കെ ഒന്ന് വറുക്കാൻ വേണ്ടി വെച്ചപ്പോഴത്തേക്കും മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം പോയി നോക്കി നിന്ന്. ഇതൊക്കെ വളരെ അത്യപൂർവമായിട്ടുള്ള കാഴ്ചകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതാ കുറച്ച് നേരം അതൊക്കെ കണ്ട ശേഷം നമ്മൾ തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവിടെയും പോയി തുടച്ചൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഇനിയിപ്പോൾ സാലഡ് ഉണ്ടാക്കണം. കറി ഇന്നലത്തെ വെണ്ടക്ക കറി ഉണ്ട്. ചോറും വെച്ചു, നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാനും വെച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചായിട്ട് കഴിക്കാൻ പോകുന്നത് സാലഡ് കഴിക്കും, പിന്നെ ഗ്രീൻ പീസ് രാവിലെ ഉണ്ടാക്കിയില്ല അത് കഴിക്കും, ഫിഷ് ഫ്രൈ ചെയ്തതും കഴിക്കും.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും ഇൻസ്റ്റയും എല്ലാം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ.